ഷാഫി പറമ്പിലിന് കൊണ്ടാടി എന്തായാലും അത് കേരളമാകെയും വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിക്കുകയാണ്. പേരാമ്പ്രയിൽ ഇന്ന് വീണ്ടും സംഘർഷമുണ്ടായി പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നതിനിടയിൽ എന്നുള്ളതാണ്. UDFന്റെ പ്രതിഷേധ കൂട്ടായ്മയ്ക്കിടെ പ്രവർത്തകരും പോലീസും നേർക്കുനേർ എത്തി. പോലീസിനെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്ത് വന്നതോടെയാണ് വീണ്ടും സംഘർഷമുണ്ടായത്. പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. കോഴിക്കോട് IG ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാവുകയായിരുന്നു. MK രാഘവൻ MP അടക്കമുള്ള നേതാക്കൾ സ്ഥലത്തെത്തി പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചും സംഘർഷഭരിതമായിരുന്നു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. പ്രവർത്തകരും പോലീസും തമ്മിൽ പലപ്പോഴും വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ഇന്നലെ രാത്രിയിലും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുണ്ടായി. തീരുന്നില്ല പ്രതിഷേധം. കോഴിക്കോട് റൂറൽ SP K ബൈജുവിന്റെ ചേർത്തലയിലെ വീട്ടിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തി. എന്നാലും പ്രവർത്തകരെ പോലീസ് അവിടെ നിന്നും നീക്കിയിട്ടുണ്ട്. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധവും ഷാഫിക്ക് മർദ്ദനമേറ്റതിന്റെ പേരിൽ ഉണ്ടാകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ കോലം പ്രവർത്തകർ കത്തിച്ചു. കൊച്ചി സെന്റ് തെരേസാസ് കോളേജിനുള്ളിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തുന്നത് നമ്മൾ ഇന്ന് കണ്ടു. സ്കോളർഷിപ്പ് പരീക്ഷ നടത്തുന്നതിനിടെ രക്ഷിതാക്കളെന്ന വ്യാജേനയാണ് പ്രവർത്തകർ അകത്ത് കയറി ഒളിച്ചിരുന്നത്. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ യാത്ര തിരിച്ച മുഖ്യമന്ത്രിയെ കായംകുളം റെയിൽവേ സ്റ്റേഷനിലും കരിങ്കൊടി കാണിക്കാൻ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായി എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. സൂക്ഷിച്ചോ